വളരെ ദുഃഖപൂർണമായ ഒരു കാര്യമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത്. വേറെ ഒന്നുമല്ല, അതായത് 4 മക്കളുടെ മുന്നിൽ വെച്ച് ഒരമ്മയെ ഒരച്ഛൻ ചെയ്ത ക്രൂരത. ഞാൻ ഇതിലേക്കൊന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കേണ്ടത് അച്ഛനും അമ്മയും കഴിപ്പിച്ചു വിടുന്ന മാരേജ് ഉണ്ടല്ലോ, അതാണ് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് നിങ്ങളുടെ ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹസീന ബീബി എന്ന് പറയുന്ന ഈ സ്ത്രീ 10-18 വയസ്സ് ഉള്ളപ്പോഴാണ് ഈ ഒരു എന്താ പറയേണ്ടത് ഈ മാക്കാച്ചീനെ കാണുന്നത്. അതായത് അവനും ചത്തു എന്നാണ് പറയുന്നത് കേട്ടാ. അതായത് അവൻ മരിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവൻ ചത്തു എന്നാണ് പറയുന്നത്. അതായത് അവന് വേണ്ടെങ്കിൽ അവൻ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആ 4 മക്കളിപ്പോൾ അനാഥരായില്ലേ? എന്നാൽ പിന്നെ അവന് പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-18 വയസ്സിൻ്റെ ആ ഒരു ചോരത്തളപ്പിൽ എന്ന് പറഞ്ഞ് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. പക്ഷേ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക ഉടായിപ്പാണ്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഇവന് മുടിഞ്ഞ സംശയമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 4 മക്കളുണ്ട് എന്നല്ലേ, ഇവന് വേറെ ഒരു കഴിവും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു വേട്ടാവളിയനാണ് ഇവനാടുന്നത്. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് മറ്റുള്ള മതങ്ങളുമായിട്ട് മാരേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. പക്ഷേ പരമാവധി എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് അത് മാറി നിൽക്കുന്നതാണ് നല്ലത്. കാരണം കയ്യിൽ പൈസ ഉള്ളവനാണെങ്കിൽ ഈ മതമൊന്നും കാര്യവും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കയ്യിൽ ചിക്കിളിയില്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, സ്ത്രീകൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ആ ഒരു ഭർത്താവായ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമുണ്ട്, അവൻ്റെ ആൾക്കാർ മുഴുവൻ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ അവരുടെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും, കൂട്ടുകാരുണ്ടാകും. നേരെ മറിച്ച് സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലോ അവർക്ക് കുടുംബമില്ല, അതുപോലെ അവർക്ക് പിന്നെ എന്താ പറയേണ്ടത് അവരുടെ പിന്നെ മഹലില്ല, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാരില്ല, ഒരാൾ പോലും ഇല്ല. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. അതായത് അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടുന്നത്, അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും, ഈ 3 പേർക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത്. അതായത് ആണുങ്ങൾക്കെല്ലാം ഉണ്ടാകും. ആണുങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വിളിക്കും. അതുപോലെ തന്നെ അവിടെ പാല് കാച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വിളിക്കും. പക്ഷേങ്കിൽ എൻ്റെ ഭാര്യേനെയും കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, എൻ്റെ ഭാര്യേനെയും കൊണ്ട് നീ പടി കയറരുത് എന്നാണ് ഓൻ്റെ അച്ഛൻ പറയുക, അല്ലെങ്കിൽ ഓൻ്റെ അമ്മ പറയുക. നിൻ്റെ ഭാര്യേനെയും കൊണ്ട് നീ പടി കയറരുത്. ഇനി മക്കളായാലും ചിലപ്പോഴും പറയാം, മക്കളെ അതിനെ കയറ്റിക്കോ, അത് നിന്നെ പോലെയുണ്ട്, അതിനെ കയറ്റിക്കോ എന്ന് പറയും. പക്ഷേ അതിനെ കയറ്റരുത് എന്ന് പറയും. ഇങ്ങനെയാണ് അതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതത്തിലായാലും സംഭവിക്കുന്ന ഇതാണ്. അതായത് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വീട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല, അവർക്ക് അമ്പലവും ഇല്ല, പള്ളിയില്ല, ചർച്ചും ഇല്ല, ഒരു ഒലക്കിയില്ല പിന്നീട് അങ്ങോട്ട്. അത് തന്നെയാണ് ശരിക്കും ഈ സ്ത്രീക്കും സംഭവിച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇവനെല്ലാവരും ഉണ്ട്, ഇവൻ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. പിന്നീട് ഇവന് മുടിഞ്ഞ സംശയമാണ്, എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും സംശയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം പൊട്ടും തിരിയാതെ പ്രായത്തിലാവുന്ന ഇറങ്ങി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ 4 മക്കളായി എന്നല്ലാതെ അവർക്ക് വേറെ ഒരു ലോകപരിചയമില്ല. ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 3-4 ദിവസം മുമ്പ് അവരുടെ വീട്ടിലേക്ക് രക്ഷപ്പെട്ടാന്നാണ് പറയുന്നത്. അതായത് ഏതോ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരി അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം നിർത്തി. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്തോ ഇത് തോന്നിയിട്ടായിരിക്കാം അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയതാണ്. പക്ഷേ മക്കൾ പറഞ്ഞു പോലും ഉമ്മയില്ലാതെ ഞങ്ങൾ സ്കൂളിൽ പോകത്തില്ല എന്ന്. അങ്ങനെയാണ് വീണ്ടും വിളിച്ചു കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു 2-3 ദിവസം ആകുമ്പോഴാണ് രാവിലെ മക്കൾ നോക്കുമ്പോഴാണ് ഇവന് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഇനി ഇത് മറക്കാൻ പറ്റുമോ? 2 ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ ഈ 4 കുട്ടികൾ എന്ന് പറഞ്ഞാൽ അനാഥരായില്ലേ? ഇങ്ങനത്തെ ബേട്ടാവളിയനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് എവിടുന്നും കിട്ടൂല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനത്തെ ബേട്ടാവളിയന്മാർക്കൊന്നും പെണ്ണ് എവിടുന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചു മാറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛനമ്മമാർ നിങ്ങൾക്ക് നിശ്ചയിച്ച് തരുന്ന കല്യാണമാണെങ്കിൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കൂടെ അച്ഛനമ്മമാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അല്ലാതെ നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. ഇപ്പോഴും ഞാൻ പറയുകയാണ്, അതായത് ഈ ഹസീന എന്ന് പറയുന്ന ഈ സ്ത്രീയെ പോലെ 1000 ഹസീനമാരുണ്ട്, 1000ങ്ങളുണ്ട്. മിണ്ടാൻ പറ്റാതെ ഓരോ വീട്ടിലെന്ന് പറഞ്ഞാൽ 4 ചുമരിൻ്റെ ഉള്ളിൽ കാരാഗ്രഹം പോലെ, മറ്റേ സിനിമയിലെ പാട്ടില്ലേ, അതായത് പിന്നെ എന്താന്ന് പുറമേ നോക്കുമ്പോൾ ആ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്ക് അതുതാൻ കാരാഗ്രഹം എന്ന് പറഞ്ഞ പോലെ, ഇതുപോലെ ആരുടെയൊക്കെയോ വാക്കും കേട്ടിട്ട് മിശ്ര വിവാഹമാണ് അല്ലെങ്കിൽ മറ്റേ വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒപ്പുവിട്ട് കൊടുത്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ആ കഴിച്ചോടാന്ന്. പിന്നെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല. പിന്നെ ഇവർ നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കട്ട പുകയായിട്ടുണ്ടാവുമായിരുന്നു. എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞാൽ കേരള മോഡൽ വേണം എന്നൊക്കെ പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണാൻ കൊള്ളാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരാൻ്റെ നമുക്ക് ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ നല്ല രസമെന്ന് പറഞ്ഞ പോലെ വേറെ ആളിറക്കിയും കൊള്ളാം. അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ഒരു കേരള സ്റ്റോറി ഉണ്ടാവില്ല മക്കളെ. അത് നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരോടോ പറയുന്നത്, ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും ഹിന്ദുവിനോടും ഒക്കെ പറയുകയാണ്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ 2 വീട്ടുകാരുടെയും ഇഷ്ടത്തോടു കൂടി കഴിക്കുക.
അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾക്ക് നിന്ന് കൊടുക്കാനേ പാടില്ല. ഒരാൾ പോലും ഉണ്ടാവില്ല. എപ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രശ്നം, വേറെ ആർക്കുമല്ല. സ്ത്രീകളാണ് ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് അവരുടെ ജീവിതമാണ് കുട്ടിച്ചോറായി പോകുന്നത്. എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശനമില്ലാത്ത ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ എന്ത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടിൽ അയാളുണ്ടാകും, അയാളെ മക്കളുണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ ഇവർക്ക് മാത്രം അങ്ങോട്ട് കയറിക്കൂടാ. അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നത്, ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരള സ്റ്റോറി വേണേ എന്ന് പറഞ്ഞിട്ട് ആ തോന്നിയവാസത്തിൽ നിൽക്കരുത്. ഞാനിത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഞാൻ RSSകാരനോ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ CPMോ ലീഗോ ഒന്നുമല്ല. ഞാൻ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ സഹോദരിയാണെങ്കിൽ ഞാൻ പറയുവായിരുന്നു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. കാരണം എന്താ, ഒറ്റപ്പെട്ടു പോകും. പണ്ട് ജഗതിൻ്റെ മോള് കല്യാണം കഴിച്ച് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, മറ്റേ ഷോൺ ജോർജിൻ്റെ മോളെ. അന്ന് ജഗതി ഒരു തീരുമാനം എടുത്തിന്, അത് നിങ്ങളാർക്കും അറിയാം. എല്ലാവരും അതിനെതിരെ പറയുന്നില്ലേ. പക്ഷേ ജഗതി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ അയാൾ ബുദ്ധിയിലെടുത്തതാ. അയാൾ എന്താ പറഞ്ഞതെന്നറിയാം, അതായത് ഒന്നുകിൽ നീ ക്രിസ്ത്യാനിയിലേക്ക് പോകണം, ഇല്ലെങ്കിൽ അവൻ ഹിന്ദുവിലേക്ക് വരണം എന്ന്. എന്തുകൊണ്ടാ? അതായത് എവിടെയും നീ ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. എപ്പോഴും നീ നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ വേണം. ഈ അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് വരും. അപ്പോഴതുകൊണ്ട് അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അത് ഹിന്ദു പെണ്ണാന്ന്, അതിനെ അങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചോദ്യം വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജഗതി ബുദ്ധിപൂർവ്വം തീരുമാനം തന്നെയാണ്. പാർവതി അങ്ങ് മതം മാറ്റിയിട്ട് ഷോൺ ജോർജിനെ അങ്ങ് കൃത്യമായിട്ട് അങ്ങ് കൊടുത്തു. അതാണ് സംഭവിച്ചത് അവിടെ. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം പറയട്ടാ, ഈ പാർവതീനെ കണ്ടിട്ട് എല്ലാവരും അതേപോലെ ചിന്തിക്കുകയോ വേണ്ട മക്കളെ. പാർവതിക്ക് നല്ല ചിക്കിളിയുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ എന്താ പറഞ്ഞാൽ മകൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളും രാഷ്ട്രീയ നേതാവാണ്. ഇഷ്ടംപോലെ പണമുണ്ട്. ഈ മതം ഇതായിട്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പണവും ഒരു പ്രധാനപ്പെട്ട മുഖ്യം തന്നെയാണ്. അതായത് ഇഷ്ടംപോലെ പണവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളെയും പേടിക്കാനില്ല. പക്ഷേ പണം ഇല്ലെങ്കിൽ നമ്മളെല്ലാവരെയും പേടിക്കണം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഈ മതങ്ങളായാലും എന്തെന്നായി കഴിഞ്ഞാലും എല്ലാം എന്ന് പറഞ്ഞാൽ പണം ഇല്ലാത്തവന് മാത്രമാണ്. പണം ഉള്ളവന് ഇതൊന്നും പ്രശ്നമല്ല. ഈ പണം ഉള്ളതെന്ന് പറഞ്ഞാൽ പല കോപ്രായങ്ങളും കാണിക്കും, പല ഇതും കാണിക്കുമായിരുന്നു. അതൊന്നും അവന് പ്രശ്നമല്ല. ഈ പണം ഇല്ലാത്തവനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമാർന്ന് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ വല്ലവൻ്റെയും വാക്ക് കേട്ട് കേരള സ്റ്റോറി വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്നോ, അപ്പോൾ വേറെ ആരെങ്കിലും കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്നും വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്ത് ചാണ്ട മക്കളെ. മിന്നുന്നതെല്ലാം പൊന്നല്ല. കാരണം എന്താ വെച്ചാൽ അവൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല. അവനൊക്കെ ചിലപ്പോൾ ചതിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും. അതായത് വേറെ മതത്തിലുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് ചതിക്കുന്ന ആളുമുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയേണ്ടത്, കുറേ ആൾക്കാർ കൂടി ചേർന്നിട്ടുള്ളൊരു ഗൂഢാലോചനയുള്ള ഒരു വലിയ പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇമാതിരി തോന്നിയവാസത്തിന് നിങ്ങൾ നിൽക്കരുത്. ഈ ഹസീനയുടെയും അതുപോലെ തന്നെ വേട്ടാവിളിയും ഭർത്താവിൻ്റെയും അവസ്ഥ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇങ്ങനെയുള്ള കല്യാണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിലോ ആണ് വരിക. ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാൻ മിശ്ര വിവാഹമാണ്, ഞാൻ ആ വിവാഹമാണ് എന്നൊന്നും പറയണ്ട. നിങ്ങളെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഭർത്താവിൻ്റെ വീട്ടിലോ ഭാര്യ വീട്ടിലോ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്നും വിളിക്കാൻ പോകുന്നില്ല. ബൈ ബൈ.